വരട്ടെ വരട്ടെ. സീമയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം കണ്ടത് സീമയ്ക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. റെസ്റ്റ് ഹൗസ് എന്ന പടത്തിലാണ് സീമയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് സീമ ഒരു മാസ്റ്ററുടെ അസിസ്റ്റൻ്റായിട്ട് വന്നിരുന്നു. അതെന്തോ ഒരു പാട്ട് ഞാനും നസീറും ഒരു രാധാകൃഷ്ണനായിട്ടും എന്തോ ഒരു പാട്ടിൻ്റെ ഒരു എടുക്കുന്ന സമയത്തായിരുന്നു അസിസ്റ്റൻ്റായിട്ട് വന്നത്. പിന്നെ നമ്മൾ കുറച്ച് പടങ്ങളിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സീമ സെറ്റിലുണ്ടെങ്കിൽ തന്നെ ആ സെറ്റ് തന്നെ ഭയങ്കര ലൈവ്ലിയാണ്, ഭയങ്കര ചിരിയും കളിയുമായിട്ട്. ഇപ്പോഴും ഒരു 10 വയസ്സ് കൊച്ചിൻ്റെ മനസ്സും കളിയും ചിരിയാണ് സീമയ്ക്ക്. ഞാൻ തിരിച്ച് മനസ്സിനക്കരയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ സീമയാണ് വിളിച്ച് ചോദിച്ചത്, സീമയെ എന്താണ് ഇപ്പോൾ ഇടുന്ന മേക്കപ്പ് സാധനങ്ങൾ, എന്തൊക്കെയാണ് പേരുകൾ, പുതിയതായിട്ട് എന്തൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. ഇത് സീമ എനിക്ക് ഒരു ഗുരുവിനെ പോലെ ഇരുന്നുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഷീലാമ്മയുടെ മനസ്സിൽ സീമ ഇപ്പോഴും വളരെ ചെറുപ്പമെന്നാണ് സീമ. ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ സീമ? ഈ പഴയ ചിത്രങ്ങളും അതിൻ്റെ അല്ല, അത് ഈ സ്ഫോടനത്തിൽ ഓർക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്നാമത്തെ ചൊപ്ര മാസ്റ്റർ ആയിരുന്നു അതിൽ ഡാൻസ് സോങ്ങിന് വന്നത്. പിന്നെ ഒരാളെ കണ്ടു അതിൽ, ഞാൻ വലിയ അഹങ്കാരം പിടിച്ച ഒരാൾ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ചോദിച്ചു ആരയാളെന്ന് ചോദിച്ചു. അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളാണെന്ന് പറഞ്ഞു. ഗുഡ്, എൻ്റേതാണ്. അപ്പോൾ നേരെ പോയി ഞാൻ സീമയാണ്, ആ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു അഹങ്കാരം, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് കണ്ടപ്പോഴോ? ഏത്? ഫസ്റ്റ് കാഴ്ചയായിരുന്നു അങ്ങനെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ശശിയേട്ടൻ ഒരു ഞാനപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് 81 ഒരു മെയ് അങ്ങനെ ഒരു പടത്തിന് ശശിയേട്ടൻ കൊടൈക്കനാലിൽ പോയി. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശശിയേട്ടൻ പറഞ്ഞു ഇതിൻ്റെ ഹീറോ ശരിയല്ല, ഇപ്പം ഞങ്ങൾ ഒരാളെ ഇട്ടിട്ടുണ്ട്, മമ്മൂട്ടി എന്നും പറഞ്ഞ ഒരാൾ. ഞാൻ പറഞ്ഞു ബെസ്റ്റ് ശശിയേട്ടാ, അസലാണ്. ആ നിനക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു സ്ഫോടനത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാം എനിക്ക്. ഭയങ്കര ഒരു നല്ലൊരു ആണത്വമുള്ളൊരു പേഴ്സണാണ്. ബിക്കോസ് അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്ഫോടനത്തിൽ. അപ്പം ഈ അഭിനയിക്കുന്നതിന് മുമ്പ് പുള്ളി ഒരു അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതാണ് ഈ അഹങ്കാരം എന്നും പറഞ്ഞ ഒരു. അപ്പം ജയൻ്റെ ആ ഒരു ഇതൊന്നും ഗാംഭീര്യമൊന്നും സീമയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ലേ? വല്ലാത്തൊരു ചോദ്യമല്ലേ. ഇല്ല, ജയേട്ടൻ ബിക്കോസ് ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടു കാണും ഈ മനോഹര തീരത്തിൽ ജയേട്ടൻ ഒന്നുമല്ല, ഒരു ചെറിയൊരു ആർട്ടിസ്റ്റാണ്, വലിയൊരു നടനല്ല. അപ്പം ഞങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയപ്പം പുള്ളി എപ്പോഴും പറയും ഈ പെണ്ണിനെ ഇട് ശശി, ഈ പെണ്ണിനെ ഇട് ശശി, ഈ പെണ്ണിനെ ഇട് ശശി, നന്നായിരിക്കുന്നു കുട്ടിയെന്ന്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നടിയായപ്പം പുള്ളീൻ്റെ എല്ലാ പടം ശശിയേട്ടനും ജയേട്ടനെയാണ് വെക്കുന്നത്. ഞാനും ജയേട്ടന് ഒരുപാട് പടങ്ങൾ. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ജയൻ ഇഷ്ടപ്പെട്ടതിൽ പ്രത്യേകിച്ച് അത്ഭുതമില്ല എന്ന് അടിവരയിടാൻ വേണ്ടി. ജയേട്ടൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറഞ്ഞു ജയേട്ടൻ ഇഷ്ടപ്പെട്ടു. ജയേട്ടൻ റെക്കമെൻഡ് ചെയ്യുന്നില്ലേ പറഞ്ഞു? ആ സോങ് അപ്പം ജയേട്ടൻ റെക്കമെൻഡ് ചെയ്യും, ആ കുട്ടി നല്ല കുട്ടിയാണ്, എന്തെങ്കിലും അഭിനയിക്കാൻ കൊടുക്കും ശശി എന്ന്. എൻ്റെ അടുത്തല്ലല്ലോ പറഞ്ഞേ.